സെൽ ടു മീ. ഈ ഗ്ലാസ് വിൽക്കാൻ എനിക്ക്, ഈ ഗ്ലാസ് അല്ല ഈ ഗ്ലാസ് എനിക്ക് വിൽക്കൂ. ഹൗ ഡു യു സെൽ ഇറ്റ്? ഇതാ വിൽക്കേണ്ടത് വിചാരിക്കും, ഇതിലേക്ക് എത്തിക്കുക തന്നെ. ഹൗ ഡു യു സെൽ ഇറ്റ്? യെസ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് BSP എന്ന് പറയും, ബെനിഫിറ്റ് സെല്ലിംഗ് പിച്ച് എന്ന് പറയും. ആദ്യം പറയേണ്ടത് ഈ ഒരു പ്രൊഡക്റ്റിനേക്ക് നമ്മൾ വരുമ്പോൾ ഇതൊരു പാറ്റന്റ് ഗ്ലാസ് ആണ്. വാട്ട് ഇസ് ദാറ്റ്? പാറ്റന്റ് ഗ്ലാസ്. ഈ പാറ്റന്റ് ഗ്ലാസിന്റെ ഫീച്ചേഴ്സ് എന്താണ്? വാട്ട് ഇസ് ദ ഫീച്ചേഴ്സ്? പാറ്റന്റ് ഗ്ലാസ് ആവുന്ന സമയത്ത് ബ്ലൈൻഡ് അല്ല കർട്ടൺ എഫക്റ്റ് ആണ് വരുന്നത്. ഏതാണ്? ബ്ലൈൻഡ് ആൻഡ് കർട്ടൺ എഫക്റ്റ്. നമ്പർ 1, സ്ക്രാച്ച് പോലെയുള്ളത് അല്ലെങ്കിൽ സ്ക്രാച്ചസോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്താ റെസിസ്റ്റന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഡ്യൂറബിലിറ്റി ഉണ്ട്. അതുപോലെ ഷെയ്ഡ്സ് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. പ്രൈവസിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? ഷോക്കേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ക്ലിയർ? അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റിലേക്ക് നമ്മൾ പിച്ച് ചെയ്യുന്ന സമയത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ബെനിഫിറ്റ് സെല്ലിംഗ് പിച്ച് എന്ന് പറയുമ്പോൾ ഇതിനെ അട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു 5 കാര്യങ്ങളെങ്കിലും നമ്മുടെ ബ്രെയിനിൽ വേണം. എത്ര കാര്യങ്ങൾ? 5 കാര്യങ്ങൾ പഠിച്ചിരിക്കണം.